ഹലോ സ്റ്റുഡൻസ്, അടുത്ത വീഡിയോ മുതൽ നമ്മൾ പ്രോഗ്രാമിംഗ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുന്നേ ഉള്ള ഇൻട്രൊഡക്ഷൻ പോർഷൻസിൻ്റെ അകത്തുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇത്രയും വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് അതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഫ്ലോ ചാർട്ട് നമ്മൾ അൽഗോരിതം പഠിച്ചപ്പോൾ ആക്ച്വലി 3 ക്വസ്റ്റ്യൻ്റെ അൽഗോരിതം നമ്മൾ എഴുതി നോക്കിയായിരുന്നു. അതിൽ ആദ്യത്തെ അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ബാക്കി 2 അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആക്ച്വലി ഞാൻ ഈ അൽഗോരിതം ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി ഈ അൽഗോരിതം കാണിച്ച സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ഈ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫ്ലോ ചാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാലും ഈ അൽഗോരിതത്തിൻ്റെ സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ്. അത് സെപ്പറേറ്റ് ഒന്നുമല്ല, രണ്ടും ഒരേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ സമയം കളയുന്നില്ല. മെയിൻ പോയിൻറ്റ്സ്, ആ ഫ്ലോ ചാർട്ട് വരുമ്പോൾ ഡിഫറൻസ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു അൽഗോരിതം 3 നമ്പേഴ്സ് തന്നിട്ട് അതിൽ ബിഗർ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റഫായിട്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വരച്ചതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഡിഫറൻസ്, ഞാൻ ആക്ച്വലി ഈ ഫ്ലോ ചാർട്ട് സ്പ്ലിറ്റ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒറ്റ ലൈനിൽ ഒറ്റ ഇതായിട്ട് എലിമെൻ്റ് ആയിട്ട് വരയ്ക്കുക, ഒറ്റ എൻറ്റിറ്റി ആയിട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. കാരണം ഇത് ഒറ്റ എൻറ്റിറ്റി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നീളത്തിലായിപ്പോൾ അത്രയും സ്പേസ് ഒരുപാട് എടുക്കും. നമുക്ക് മേ ബി പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു ഷീറ്റ് തന്നെ നിൽക്കണമെന്നില്ല, അടുത്ത ഷീറ്റിൽ നമ്മൾ ബാക്കി വരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഒരു പേജിലായിരിക്കും വരയ്ക്കുന്നത്, അതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷനാണ് ഇത് അടുത്ത പേജിലായിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ ഈ ഒരു സംഭവം കൊണ്ടോ, ഈ ഒരു ചെറിയ സർക്കിളും പിന്നെ ഒരു പി എന്ന ആൽഫബറ്റും, ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സർക്കിളും അതിൻ്റെ അകത്തൊരു ആൽഫബറ്റും കൊടുത്തിട്ടുള്ളത്. അതേ സർക്കിൾ അതേ ആൽഫബറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെയും ചെറിയൊരു സർക്കിൾ വരച്ച് ഇവിടെ ഉപയോഗിച്ച അതേ ആൽഫബറ്റ് തന്നെ ഇവിടെയും മെൻഷൻ ചെയ്യണം. അങ്ങനെ മെൻഷൻ ചെയ്താൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഈ ഫ്ലോ ചാർട്ട് വരച്ച് ഇവിടെ എത്തിയിട്ട് സ്പേസ് തികയാതെ അപ്പോൾ അടുത്ത പേജിലോട്ട് വരയ്ക്കണമല്ലോ. അപ്പം ആ അടുത്ത പേജിലോട്ട് വരുമ്പോൾ കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി, ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ആരോ മാർക്ക് കൊണ്ടുവന്നിട്ട് ഒരു സർക്കിൾ ഇടുക, അതിൻ്റെ അകത്ത് ഒരു ആൽഫബറ്റ് എഴുതുക. ആ സെയിം ആൽഫബറ്റ് തന്നെ ആയിരിക്കണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ അകത്ത് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് കണ്ടിന്യൂറ്റി നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഫ്ലോ ചാർട്ടിൻ്റെ ബാക്കിയാണ് ഈ പാർട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അല്ല ജസ്റ്റ് ആരോ കൊടുത്തിട്ട് അടുത്ത പേജിൽ ആരോയുടെ ബാക്കിയായിട്ട് വരച്ച് തുടങ്ങരുത്. ആരോ കൊടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ അകത്തൊരു ആൽഫബറ്റ് മെൻഷൻ ചെയ്യുക, അതേ ആൽഫബറ്റ് തന്നെ ഈ രണ്ടാമത്തെ പേജിലുള്ള സർക്കിളിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് വേണം പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് വരച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഡീഷണലായിട്ട് പുതിയൊരു ഷേപ്പ് വന്നത് ഈ ഒരു ഡയമണ്ട് ഷേപ്പ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വന്നത്. മുമ്പ് ഉള്ള വീഡിയോ ഡിസ്കസ് ചെയ്തതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ട് വന്നത്. ഇത് ആക്ച്വലി ഒരു ഡിസിഷൻ ബോക്സ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ അൽഗോരിതം നോക്കാം. ആദ്യം ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഫ്ലോ ചാർട്ട് വരച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ട് എന്ന ആ സ്റ്റെപ്പ് ആയിരിക്കണം, ഏറ്റവും അവസാനത്ത് സ്റ്റോപ്പ് എന്നുള്ളതായിരിക്കണം. അത് രണ്ടിനും ഈ റെക്ടാങ്കിൾ വിത്ത് റൗണ്ട് എഡ്ജസ് എന്ന് പറയുന്ന ഷേപ്പാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അൽഗോരിതത്തിൽ ആദ്യത്തെ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അത് നമ്മൾ ഈ പാരലോഗ്രാമിൻ്റെ അകത്ത് ഇൻപുട്ട് ആയതുകൊണ്ട് പാരലോഗ്രാമിൻ്റെ അകത്താണ് മെൻഷൻ ചെയ്യുന്നത്. ഈ 4ാമത്തെ സ്റ്റെപ്പ് പ്രിൻറ്റ് ബിഗസ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ഔട്ട്പുട്ട്, അത് സംഭവം ഔട്ട്പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും പാരലോഗ്രാം എന്ന് പറയുന്ന ഷേപ്പിൻ്റെ അകത്താണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 1ാമത്തെ സ്റ്റെപ്പായി, 4ാമത്തെ സ്റ്റെപ്പായി, ഇനി 2-3 സ്റ്റെപ്പുകളാണ്. ഈ 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മളിവിടെ അൽഗോരിതം എഴുതിയിരിക്കുന്നത് കമ്പയർ എ ആൻഡ് ബി. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു എ, അതർവൈസ് ബിഗസ്റ്റ് ഈക്വൽ ടു ബി. അതായത് ആദ്യം ഒരു കണ്ടീഷൻ ചോദിക്കുകയാണ്, എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന ആ കണ്ടീഷന് 2 ഔട്ട്പുട്ട് ഉണ്ട്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇവിടെ എ ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ എന്നായിരിക്കും. ഇവിടെ ബി ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് എന്നായിരിക്കും. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എ ആണ് വലുത് എങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എസ് ആയിരിക്കും. എ ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എസ് ആയിരിക്കും. അതല്ല ബി ആണ് വലുത് എങ്കിൽ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും.
ആ ഒരു സംഭവം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഡിസിഷൻ, അതായത് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ട്, അപ്പോൾ ആ ഒരു ഡിസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഷേപ്പ് ഡയമണ്ട് ഷേപ്പിലുള്ള ബോക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇവിടെ ഇഫ് ആയാലും ഇസ് ആയാലും സെയിം മീനിങ് തന്നെയാണ്. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് 2 ഔട്ട്പുട്ടാണുള്ളത്, ഒന്നുകിൽ ലെസ് അല്ലെങ്കിൽ നോ. ഇവിടെ ഇപ്പോൾ എ ആണ് വലുത് എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എ എന്നായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതേസമയം ഈ കണ്ടീഷൻ ചോദിക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചോദിക്കുമ്പോൾ ഔട്ട്പുട്ട് നോ ആണ് എങ്കിൽ, അതായത് ഇവിടെ ബി ആണ് വലുത് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നോ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ബിഗ് ഈക്വൽ ടു ബി എന്ന ആ സ്റ്റെപ്പ്, ആ ഒരു പ്രോസസ്സായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊരു പ്രോസസ്സാണ്, കണ്ടല്ലോ, ബിഗ് ഈക്വൽ ടു ബി, ബിഗ് ഈക്വൽ ടു എ എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതൊരു ഇൻപുട്ട് ചെയ്യുന്നതല്ല, ഔട്ട്പുട്ട് കാണിക്കുന്നതൊന്നുമല്ല. അതുപോലെ തന്നെ ഡിസിഷൻ ചെയ്യുന്ന സ്റ്റെപ്പും അല്ല ഈ ബിഗ് ഈക്വൽ ടു എന്നുള്ളത്. അതൊരു പ്രോസസ്സാണ്, മാത്തമാറ്റിക്കൽ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ റെക്റ്റാങ്കിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എസ് ആണ് എങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് നോ ആണ് എങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമേ ഒരു സമയം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നോ ആണ് ഔട്ട്പുട്ട് എങ്കിൽ പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നോ എന്ന ഔട്ട്പുട്ട് ആണെങ്കിൽ ബിഗ് ഈക്വൽ ടു ബി എന്ന് കൊടുത്തിട്ട് ബാക്കി ഫ്ലോ ചാർട്ടിൻ്റെ ബാക്കിയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ വരുമ്പം എസ് 2 ഔട്ട്പുട്ട് ഒരു കണ്ടീഷൻ ചോദിച്ചിട്ട് അത് 2 ഔട്ട്പുട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഡിസിഷൻ ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ആരോ ഇവിടെ നിന്നും എടുക്കാം, വേണമെങ്കിൽ ഇവിടെ നിന്നും എടുക്കാം. അത് നമ്മുടെ ഒരു വരച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരയ്ക്കുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ആരോ എടുക്കാം, ഇവിടെ നിന്നും ആരോ എടുക്കാം, എങ്ങനെ വേണോ എടുക്കാം. ഈ നോ ഇവിടെ നിന്ന് തന്നെ എടുക്കണം എന്നില്ല, ഈ നോ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്നും എടുക്കാം, അതും മിസ്റ്റേക്ക് അല്ല, കുഴപ്പമില്ല. ഇവിടെ ഇപ്പം കുറച്ചും കൂടെ ഭംഗിയായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ നോ ഇവിടെ താഴെ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം എന്തായിരുന്നാലും 2 ഔട്ട്പുട്ട് കാണും, അത് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അടുത്തത് ഈ സ്റ്റെപ്പ് 2 കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന വീണ്ടും കമ്പാരിസൺ ആണ്. കമ്പയർ ബിഗസ്റ്റ് വിത്ത് ദി തേർഡ് നമ്പർ സി. ഇഫ് സി ഗ്രേറ്റർ ദാൻ ബിഗസ്റ്റ് ദെൻ ബിഗസ്റ്റ് ഈക്വൽ ടു സി. അല്ല എങ്കിലുള്ള ഇത് കാണിച്ചിട്ടുമില്ല. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് വീണ്ടും ഒരു ഡിസിഷൻ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് സി ഗ്രേറ്റർ ദാൻ ബിഗ് എന്നുള്ള സംഭവം, ആ ഒരു കണ്ടീഷൻ ചോദിക്കും, സി ഗ്രേറ്റർ ദാൻ ബിഗ്. ഇപ്പോൾ സപ്പോസ് സി ആണ് വലുത് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എസ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിഗ് ഈക്വൽ ടു സി എന്ന് കൊടുക്കണം. അതേസമയം ഈ ബിഗ് തന്നെയാണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നോ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോ എന്ന ഔട്ട്പുട്ട് വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബിഗ് എന്നുള്ള ആ സംഭവം പ്രിൻറ്റ് ചെയ്താൽ മാത്രം മതി. അതാണ് ഇവിടെ കാണിക്കുന്നത്, സ്റ്റെപ്പ് 4 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒന്നീ കണ്ടീഷൻ ഔട്ട്പുട്ട് എസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, നോ ആണ് എങ്കിൽ വേറെ എക്സിക്യൂട്ട് ചെയ്യാനൊന്നുമില്ല, ഔട്ട്പുട്ട് അങ്ങ് ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആരോയുടെ പൊക്കം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ബിഗ് ഈക്വൽ ടു എ എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ആരോ നേരെ വന്ന് നേരെ ഈ മെയിൻ ആരോയിലോട്ടാണ്. ഈ സംഭവം വന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഇതും കൂടെ എക്സിക്യൂട്ട് ചെയ്തു പോകും. നമുക്കങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ആരോ വരേണ്ടത് നേരെ ഈ പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗത്ത് വേണം ഈ ആരോ വന്ന് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടുത്തെ കേസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ഈ ആരോയിൽ ഒന്ന് ജോയിൻ ചെയ്യാം. കാരണം ഇതിൽ നിന്ന് നോ ആണ് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രോസസ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ഔട്ട്പുട്ട് അങ്ങ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബോക്സിൽ നേരെ ആരോ വന്ന് ഇതിലോട്ടങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബിഗ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നേരെ സ്റ്റോപ്പ്. അപ്പം ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ഒരു അൽഗോരിതം നമ്മൾ മൂന്നാമത് ചെയ്ത അൽഗോരിതം, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അൽഗോരിതം. ഇത് നിങ്ങൾ ഒന്ന് വരച്ച് നോക്കുക. ഈ അൽഗോരിതം ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് റഫായിട്ട് ഇപ്പം തന്നെ ഒന്ന് വരച്ച് നോക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കുക. തെറ്റ് പറ്റുകയാണെങ്കിൽ പറ്റിക്കോട്ടെ, എന്താണെന്നാലും അടുത്ത സ്ലൈഡിൽ ഞാൻ എൻ്റെ കറക്റ്റ് ആൻസർ കാണിക്കും. സമയമുള്ളവർ ദയവ് ചെയ്ത് ഇപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് വരച്ച് നോക്കിയാലേ നമുക്കിത് നേരെ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന് ഫോർവേഡ് അടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ നേരെ ചൊവ്വേ മനസ്സിലാവത്തില്ല. നമ്മൾ സ്വയം ഒന്ന് എഴുതി നോക്കിയാലേ, കാണാതെ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിച്ചാലേ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുള്ളൂ. ആണ് പ്രോഗ്രാമിംഗ് ആണല്ലോ. പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസ് ആണ് ഇത് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വന്നവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കുക. എന്നാലേ നമുക്ക് ആ സംഭവം മനസ്സിലാവുള്ളൂ, നേരെ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അൽഗോരിതം. ഈ അൽഗോരിതത്തിനെയാണ് നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. ഞാനിപ്പോൾ അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ആൻസറും കാണിക്കും. അപ്പം ഒന്ന് ഇതിൻ്റെ റഫായിട്ട് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്.
അപ്പം ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഓരോ ഷേപ്പായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ സ്റ്റാർട്ട് എന്ന സ്റ്റെപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവസാനിക്കുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിലായിരിക്കും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാരലോഗ്രാമിൻ്റെ അകത്ത് ആ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അടുത്തത് ലെറ്റ് എ വേരിയബിൾ ഐ ഈക്വൽ ടു 1 സം ഈക്വൽ ടു 0 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു. ഇതൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റെപ്പല്ല, ഇതൊരു ഇൻപുട്ടായിട്ടും അല്ല. ഐ എന്ന് പറയുന്ന സം എന്ന് പറയുന്ന 2 വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞതിനെ പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു സ്റ്റെപ്പിനെ നമ്മളൊരു പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇഫ് എന്നോ അല്ലെങ്കിൽ ഈസ് എന്നോ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് ദ വാല്യൂ ഓഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ എൻ ദെൻ ഗോ ടു സ്റ്റെപ്പ് 7 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഐ ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറയുന്നതിന് 2 ഔട്ട്പുട്ടുണ്ട്. ഐ ഗ്രേറ്റർ ദാൻ എൻ, അത് ഐ ഗ്രേറ്റർ ദാൻ എൻ, ഐ ആണ് വലിയ വാല്യൂ എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, അല്ല എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ എൻ ദെൻ ഗോ ടു സ്റ്റെപ്പ് 7, അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എസ് ആണ് എങ്കിൽ സ്റ്റെപ്പ് 7 പോവുക എന്നാണ്. സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ദ വാല്യൂ ഓഫ് സം എന്നാണ്, അതായത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിന്റ് ദ വാല്യൂ ഓഫ് സം. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈസ് ഐ ഗ്രേറ്റർ ദാൻ എൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ ഔട്ട്പുട്ട് എസ് ആണ് എങ്കിൽ നേരെ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഔട്ട്പുട്ട് സം എന്നുള്ളത് നമ്മൾ പാരലോഗ്രാമിൽ മെൻഷൻ ചെയ്യുന്നു. അതല്ല എങ്കിലുള്ള അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 5ഉം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു ബോക്സിലാക്കി എഴുതിയിരിക്കുന്നതാണ്. 2 ആക്കിയില്ല, ഒരുമിച്ച് കമ്പൈൻ ചെയ്തങ്ങ് എഴുതിയിട്ടുണ്ട് 2 ലൈനിലായിട്ട്. ഇവിടെ ആഡ് ഐ ടു സം എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. സം ഈക്വൽ ടു സം പ്ലസ് ഐ, അതാണ് ആഡ് ഐ ടു സം. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ദി വാല്യൂ ഓഫ് ഐ ബൈ 1, അതായത് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1, ഐയുടെ വാല്യൂ 1 യൂണിറ്റ് കൂട്ടുക എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതിന് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ഇങ്ങനെ എഴുതാമല്ലോ, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ അതാണ് ഇൻക്രിമെൻറ്റ് വാല്യൂ ഓഫ് ഐ ബൈ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് രണ്ടും കൂടെ സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 5ഉം കൂടെ ഒരുമിച്ച് ഞാൻ ഒരു ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രോസസ്സാണ്, അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് കാണിക്കാനുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റും അല്ല, അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ അകത്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 3 എന്നാണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ആരോ തിരിച്ച് മുകളിലോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 3 എന്നുള്ളത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ആ കണ്ടീഷൻ ആ ഡിസിഷൻ ബോക്സിൻ്റെ മുകളിലായിരിക്കണം വന്നത് ജോയിൻ ചെയ്യേണ്ടത്, ഈ ആരോ വന്ന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂ എന്നിനെക്കാളും കൂടുന്നത് അപ്പോഴായിരിക്കും ഈ കണ്ടീഷൻ എസ് എന്ന് വന്നിട്ട് നേരെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്, അതുവരെയുള്ള സം എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം നോക്കുക, ഈ അൽഗോരിതം വായിച്ചിട്ട് മനസ്സിലാവുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കണ്ട് നമുക്ക് കാര്യം മനസ്സിലാവും എങ്ങനെയാണ് സംഭവമെന്ന്. നമുക്ക് എല്ലാ കേസും നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഇവിടെ 2 ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ ആവുകയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് സം എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യണം, അല്ല എങ്കിൽ അതിങ്ങനെ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യണം, ഈ സ്റ്റെപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഈ ഫ്ലോ ചാർട്ട് കാണുമ്പോഴാണ്. അതേസമയം ഈ അൽഗോരിതം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ അൽഗോരിതത്തിനെ ഈ ഫ്ലോ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളിത് കണ്ട ആൾക്കാർ തന്നെ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ സ്വയം വരച്ച് നോക്കിയില്ലെങ്കിൽ ഇപ്പോഴായിരുന്നാലും വീഡിയോ പാസ് ചെയ്തിട്ട് ഇതിൽ നോക്കാതെ ഒന്ന് വരച്ച് നോക്കുക. ഫ്ലോ ചാർട്ട് ഈ അൽഗോരിതം മാത്രം നോക്കി ഈ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എക്സാമിന് ഫ്ലോ ചാർട്ട് ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും വരയ്ക്കാനായിട്ട് ചോദിക്കും. ഈ അൽഗോരിതം തന്നെ തന്നിരിക്കത്തില്ല, ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ മിക്കവാറും. എന്നിട്ട് അൽഗോരിതം എഴുതി ഫ്ലോ ചാർട്ടും കൂടെ വരയ്ക്കാനായിട്ട് ചിലപ്പം ചോദിച്ചു എന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് കാണാതെ വരയ്ക്കാനുള്ളതാണ്. അതിന് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് അധികം സമയം കളയുന്നില്ല എന്നേ ഉള്ളൂ. ഇതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അൽഗോരിതം ഫ്ലോ ചാർട്ടും വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇൻട്രൊഡക്ഷനായിട്ട് തിയറി സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അടുത്ത വീഡിയോ മുതൽ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലായിട്ട് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രോഗ്രാമിംഗ് ക്ലാസ്സസ് നമ്മൾ അടുത്ത വീഡിയോ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.